ഹലോ. നമുക്ക് ആ വാട്സപ്പിൽ അയച്ച ഫിഗറാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 3 വ്യൂസ് വരയ്ക്കാനാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അതുപോലെ സൈഡ് വ്യൂ, ആ 3 വരയ്ക്കാനാണ് ഇപ്പോൾ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്ന ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോ വശത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരുന്ന ഇപ്പോൾ ഈ ഞാൻ തിരിക്കുന്നതാണ് അതിൻ്റെ 3D മോഡല്. ആ 3D മോഡല് ഓരോ വശത്തു നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതേ ഫിഗർ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അതായത് ഈ വശത്ത് കൂടെ നോക്കുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അതുപോലെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്നിട്ട് ഒരു ആരോ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വശത്ത് കൂടെ നോക്കുന്നതാണ് എൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ. സിമിലർലി ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ നോക്കുമ്പോൾ. അപ്പോൾ ആ ഓരോ വശത്തു കൂടെ നോക്കുമ്പോൾ ആ മോഡലിൻ്റെ ഏത് സൈഡാണ് കാണുന്നത് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഡിഫറെൻറ്റ് പ്ലെയിൻസിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. കണ്ടോ, ഇതൊക്കെ ഓരോ പ്ലെയിനാണ്. കണ്ടില്ലേ? ഈ ഒരു 3 പ്ലെയിനുകളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിനുകളാണ് ഈ 3 വരച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ആ വശങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. കണ്ടോ, നമുക്ക് ഫ്രണ്ട് വ്യൂവിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ഈ ഒരു ആരോ കൂടെ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഏത് വശമാണ് കാണുന്നത്? ഒരു പച്ച കളറുള്ള ആ ഒരു വശം മാത്രമേ കാണാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ആ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഈ ഒരു 3D മോഡലിൽ തിരിക്കുമ്പോൾ നോക്കി നോക്കാം. അപ്പോൾ അതിൽ ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടോ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ഈ സൈഡും കാണില്ല, മുകളിൽ ടോപ്പ് എന്നുള്ള വ്യൂവും കാണില്ല. അതാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടോ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ നോക്കുമ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ ഈ പച്ച കളറുള്ള ഈ എല്ലും ഈ ഉള്ളിൽ കാണുന്ന റെക്റ്റാങ്കിളും നമുക്കൊരൊറ്റൊരു ഭാഗമായിട്ട് കാണാം. കണ്ടോ, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ കണ്ടില്ലേ? ഒറ്റൊരു ഭാഗമായിട്ട് കാണും. എന്ന് വെച്ചാൽ തിരിഞ്ഞ് വരുമ്പോൾ രണ്ടും ഒരേപോലെ ആയിട്ട് വരിക. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ, ആ സാധനം, ആ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വരയ്ക്കുക ചെയ്യുന്നത്. കേട്ടോ, അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് ഈ ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലെയിനിൽ നമ്മൾ വരയ്ക്കണം. അതായത് ഒരു 3 ചുമരുണ്ടെന്ന് വിചാരിച്ചാൽ മതി, എത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഭാഗത്ത് കാണുന്ന ചുമരിൽ നമ്മളത് പോയിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈനാണ് ഡോട്ടഡ് ലൈനിൽ കണ്ടില്ല. ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നമ്മളവിടെ പോയിട്ട് പതിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചുവപ്പ് സർഫസ് മാത്രമേ കാണുള്ളൂ. കണ്ടില്ലേ? ഈ ഒരു എല്ലും കാണും, ഇവിടെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം കാണും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളൂ അല്ലേ? നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട് വ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വശത്ത് കണ്ടാകണ്ട, ഈ ഒരു ആരോ ഇട്ട വശത്ത് കൂടെ നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെയാണ് ആ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു വരുന്നത്. അപ്പോൾ തിരിഞ്ഞു വരുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ എന്ത് കണ്ടോ നമ്മൾ കാണുന്നില്ല. ടോപ്പിൽ ഈ ഒരു വശത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് കാണുന്നില്ല, ഈ വശത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് കാണുന്നത് എന്താണ്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ചുവപ്പ്, പിന്നെ ഉള്ളിലുള്ള സർഫസ്, അത് രണ്ടും നമുക്ക് ഒറ്റ പ്ലെയിനിൽ കാണും. കണ്ടോ, ഇതുള്ളിൽ ചെറിയൊരു സ്ലോട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒബ്ജക്റ്റ് തിരിച്ചു വരുമ്പോൾ നമ്മളത് ഒരൊറ്റൊരു ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലേ? ഇതിങ്ങനെ തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് വരിക ചെയ്യുന്നത്. കേട്ടോ, അപ്പോൾ അതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ എന്താക്കി, ഇവിടെ നിന്ന് നമ്മൾ കണ്ടു. അത് ഈ ലെഫ്റ്റ് സൈഡിൻ്റെ പുറകിലുള്ള ചുമരിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരച്ചു. ചുമര് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയിനാണ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലം, ഒരു സർഫസ്. ആ സർഫസിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരച്ചു. അതാണ് അവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ. കേട്ടോ, അപ്പോൾ ഞാനിവിടെ ഈ വരച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് അല്ലേ? നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് എന്നുള്ളത്
ഈ കാണുന്ന വ്യൂ തന്നെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു നീല എല്ലാം ഉള്ളിലുള്ള ചെറിയ റെക്റ്റാങ്കിളോ ഇതാണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒബ്ജക്റ്റ് തിരിച്ചു നോക്കാം. എങ്ങനെയാണ് വരുന്നത്? ഇതാണ് ഫ്രണ്ട് വ്യൂ അല്ലേ. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആദ്യം നോക്കി നോക്കാം. ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ആ ഫ്രണ്ട് വ്യൂവിന് നേരെ തല കുത്തനെയാക്കിയാൽ കിട്ടുന്നതാണ് ടോപ്പ് വ്യൂ. ഓക്കെ, അതങ്ങനെ ആലോചിച്ചാൽ മതി. ഫ്രണ്ട് വ്യൂവിനെ തല കുത്തനെയാക്കുമ്പോൾ കിട്ടുന്നതാണ് ടോപ്പ് വ്യൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വരാം. അപ്പോൾ ഈ ഫ്രണ്ട് ഉണ്ട്, ഈ ഫ്രണ്ടിൻ്റെ തല കുത്തനെയാക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഇതാണ് ടോപ്പ് വ്യൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു ഇതിലേക്ക് ഓറിയൻറ്റേഷനിലേക്ക് വരുമ്പോൾ കണ്ടോ നമുക്കൊരു എല്ല് കിട്ടും, ഉള്ളിലൊരു റെക്റ്റാങ്കിൾ കിട്ടും. ഇതാണ് ഞാൻ വരച്ചത് കണ്ടോ. ഈ ഒരു നീല ഷേപ്പിലുള്ള സാധനമാണ് ഇവിടെ വരച്ചത്. അതെന്താക്കി, അത് നമ്മളിവിടെ താഴത്ത് കൊണ്ടുപോയിട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇത്രയുള്ള കണ്ടോ, ഇവിടുന്ന് ഡോട്ടഡ് ലൈൻ വരച്ചിട്ട് താഴത്തെ സർഫസിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള താഴത്തെ സർഫസിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അത് വരച്ചു. അതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇവിടെ ടോപ്പ് വ്യൂ കണ്ടില്ല. ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ ഞാൻ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു പച്ച കളറുള്ള ഈ സർഫസാണ് കാണുന്നത് ഒബ്ജക്റ്റിൻ്റെ. അത് ഒബ്ജക്റ്റിൻ്റെ പിന്നിൽ കൊണ്ടുപോയിട്ട് വരച്ചു എൻ്റെ ഫ്രണ്ട് വ്യൂ. അതാണ് നിങ്ങൾ അയച്ചെന്ന ആ ഫിഗറിൽ നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഉള്ള വ്യൂ നമ്മൾ എന്താക്കി, ലെഫ്റ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരച്ചു. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ നേരെ തന്നെ ആവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെ വരച്ചു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടി. സിമിലർലി ടോപ്പ് വ്യൂ നമ്മൾ മുകളിൽ നോക്കി. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഭാഗം നമ്മൾ കണ്ടു, അത് നേരെ താഴെ നമ്മൾ കൊണ്ടുപോയിട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഫ്രണ്ട് വ്യൂവിന് പറയുന്ന പേരാണ് എലിവേഷൻ, ടോപ്പ് വ്യൂവിന് പറയുന്ന പേരാണ് പ്ലാന്, സൈഡ് വ്യൂവിന് പറയുന്ന പേരാണ് എൻഡ് വ്യൂ. അങ്ങനെ ആ ഒരു പേരിലും അത് അറിയപ്പെടുന്നതാണ്. നമ്മൾ ജനറലി നമ്മൾ പറയാം ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കുന്നത് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കും. കണ്ടല്ലേ, ഫ്രണ്ട് വ്യൂ അതിൽ ആ ഫിഗറിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഉണ്ടാവും. ആ ഫിഗറിൽ ഇപ്പോൾ 60, 50 എന്നൊക്കെ ഉള്ളത്. 60, 50, 30, 25 ഞാനത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വരച്ചത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ നേരെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരേണ്ടത്. ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെ ടോപ്പ് വ്യൂ വരാം. ഓക്കെ, അത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ റൂളാണ്. ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ വരും, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് വ്യൂ വരും. ഓക്കെ, ഈ ഓബ്ജക്റ്റിൻ്റെ അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ അത് വരുന്നത് എവിടെയാണ് കണ്ടോ, ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് വരിക, ലെഫ്റ്റ് സൈഡ് വ്യൂ വരിക. ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെ ടോപ്പ് വ്യൂ വരും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെങ്കിൽ ഇതൊന്ന് വരച്ചു നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ഒന്ന് വരച്ചു നോക്കുക. ആ ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇതേപോലെ നമുക്ക് ഫിഗർ വരച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ.